പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കെ കേളപ്പനെ കുറിച്ചാണ്. കെ കേളപ്പൻ കാലഘട്ടം 1889 മുതൽ 1971 വരെയുള്ള കാലഘട്ടം. കെ കേളപ്പൻ 1889 മുതൽ 1971 വരെ. കൊയ്യാപ്പള്ളി കേളപ്പൻ നായർ എന്ന കെ കേളപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്തുള്ള മൂടാടി എന്ന ഗ്രാമത്തിലാണ്. എന്താണ് കെ കേളപ്പന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്? കൊയ്യാപ്പള്ളി കേളപ്പൻ നായർ എന്നാണ് കെ കേളപ്പൻ. ചെറുതായിട്ട് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്നതാണ് കെ കേളപ്പൻ എന്നല്ലേ. അപ്പൊ കൊയ്യാപ്പള്ളി കേളപ്പൻ നായർ എന്ന കെ കേളപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലാണ് പയ്യോളിക്കടുത്തുള്ള മൂടാടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തെ നമ്മൾ കെ കേളപ്പൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു പേരുണ്ട്. എന്താണ്? കേരള ഗാന്ധി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് അല്ലെ. തൊട്ടുകൂടായ്മ നിർമാർജനം ചെയ്യുന്നതിലും താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിലും കെ കേളപ്പൻ നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ് എന്ന് പറയുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പനാണ് എന്നാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ്. ഹരിജനങ്ങൾക്ക് വേണ്ടി 1921 ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. എന്താണ്? ഹരിജനങ്ങൾക്ക് വേണ്ടി 1921 ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഐത്തോച്ചാടന സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? 1924 നടന്ന വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഐത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? കെ കേളപ്പനായിരുന്നു. 1927 രൂപീകൃതമായ കേരള അന്ത്യജോദ്ധാരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. 1927 രൂപീകൃതമായ കേരള അന്ത്യജോദ്ധാരണ സംഘത്തിലെ ആദ്യത്തെ സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യ വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ. എന്താണ്? ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ. പിന്നെ പറയുന്ന കാര്യം എന്താ? സമദർശിനി, മാതൃഭൂമി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിട്ടുണ്ട്. സമദർശിനി, മാതൃഭൂമി 1929 മാതൃഭൂമി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിട്ട് ആരിരുന്നിട്ടുണ്ട്? കേരള ഗാന്ധിയായ കെ കേളപ്പൻ ഇരുന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം വളരെയധികം പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ചോദ്യമാണ്. എന്താണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ആര്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് 1932 ഒക്ടോബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 10 ദിവസം നീണ്ടുനിന്ന നിരാഹാര സത്യാഗ്രഹം കെ കേളപ്പൻ അവസാനിപ്പിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് 10 ദിവസം നീണ്ടുനിന്ന നിരാഹാര സത്യാഗ്രഹം കെ കേളപ്പൻ അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള 10 ദിവസം നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. ആരാണ്? കെ കേളപ്പൻ അവസാനിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച പൊതുജനാഭിപ്രായം അറിയാൻ ഹിതപരിശോധന നടത്തിയ താലൂക്കായിരുന്നു ഏത്? മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്ക്. ഓക്കെ അല്ലേ? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന് രൂപം നൽകിയതാരാണ്? കെ കേളപ്പനാണ്. എന്താണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന് രൂപം നൽകിയതാരാണ്? കെ കേളപ്പനാണ് എന്ന് പറയുന്നു. 1934 കോഴിക്കോടിൽ പ്രവർത്തനം ആരംഭിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് P.K. ഗോവിന്ദൻ നായരും ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? P. കൃഷ്ണപിള്ളയുമായിരുന്നു. എന്ത് പറഞ്ഞ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന് രൂപം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു അല്ലെ. അപ്പം 1934 കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? P.K. ഗോവിന്ദൻ നായരായിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? P. കൃഷ്ണപിള്ളയായിരുന്നു. ഓക്കെ അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. 1947 KPCCയുടെ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനാണ് അല്ലെ.
കേളപ്പനായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആള്. അതിൽ ആ സ്ഥാനത്തിരുന്നത് കേളപ്പനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് വിരമിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകനാണ് ആര്? കേളപ്പൻ. എന്താണ്? കോൺഗ്രസിൽ നിന്നും വിരമിച്ചിട്ട് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്ന നവോത്ഥാന നായകനാണ് കേളപ്പൻ. 1952 കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിൽ അംഗമാവുകയും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1952 1958 കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്നു ആര്? കേളപ്പൻ. എന്താണ്? 1958 രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ പ്രസ്ഥാനം എന്താണ്? സർവോദയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? കേളപ്പനായിരുന്നു. അതായത് കോൺഗ്രസിൽ നിന്നും വിരമിച്ചിട്ട് സർവോദയ പ്രസ്ഥാനത്തിലേക്ക് ആര് ചേർന്നു? കേളപ്പൻ ചേർന്നു. അതിനുശേഷം 1958 ആയപ്പോഴത്തേന് എന്താണ്? കോഴിക്കോട് രൂപവൽക്കരിക്കപ്പെട്ട കേരള സർവോദയ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റായിട്ട് ആര് മാറി? കേളപ്പൻ മാറുകയാണ് ചെയ്തത്. ഓക്കെ അല്ലെ? 1967 മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിച്ചത് കേളപ്പനായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലശേഷം ഈ സമിതി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ അല്ലെ? ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച ജാതിനാശിനി സഭയുടെ പ്രഥമ പ്രസിഡന്റും ആരായിരുന്നു? കേളപ്പനായിരുന്നു. എന്താണ്? ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച ജാതിനാശിനി സഭ. അപ്പൊ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? കേളപ്പനായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ അല്ലെ? പിന്നീട് പറയുന്ന കാര്യം എന്താ? കേളപ്പനും സ്വാമി ആനന്ദ തീർത്ഥനും അല്ലെ? എന്താണ്? കേളപ്പനും സ്വാമി ആനന്ദ തീർത്ഥനും ചേർന്ന് അല്ലെങ്കിൽ അവരും ചേർന്ന് നയിച്ച ഒരു സമരമുണ്ട്. ആ സമരം ഏതാണ്? കല്യാശ്ശേരി സമരം എന്ന് പറയുന്നു. ഏതാണ്? കല്യാശ്ശേരി സമരം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ആരൊക്കെ നേതൃത്വം കൊടുത്തത്? കേളപ്പനും സ്വാമി ആനന്ദ തീർത്ഥനും ചേർന്ന് നയിച്ച സമരമാണ് ഏത്? കല്യാശ്ശേരി സമരം എന്ന് അറിയപ്പെടുന്നു. പിന്നെ പറയുന്ന കാര്യം എന്താ? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത നേതാവ് ഭൂദാന പ്രസ്ഥാനത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്ത നേതാവ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത വ്യക്തി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ്. ഒന്നുകൂടെ പറയാം. എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ 1942 പങ്കെടുത്ത നേതാവാണ് ആര്? കേളപ്പൻ. പിന്നെ ഭൂദാന പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയും ആര് തന്നെയാണ്? കേളപ്പനാണ്. ഓക്കെ. പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും ആരാണ്? കേളപ്പനാണ്. പത്മശ്രീ നിരസിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായിരുന്നു ആര്? കേളപ്പൻ. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് കേളപ്പൻ. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? കേളപ്പൻ. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിനെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? കേളപ്പൻ. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? കേളപ്പനായിരുന്നു. ഒന്നുകൂടെ പറയാം. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കേളപ്പനാണ് എന്ന് പറയുന്നു. അങ്ങാടിപ്പുറം ക്ഷേത്ര സത്യാഗ്രഹം, തിരുനാവായിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവ കേളപ്പന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഒന്നുകൂടെ പറയാം. അങ്ങാടിപ്പുറം ക്ഷേത്ര സത്യാഗ്രഹം, തിരുനാവായിൽ നിരാഹാര സത്യാഗ്രഹം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? കേളപ്പനാണ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? 1971 ഒക്ടോബർ 7 അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്തത്. 1990 തപാൽ സ്റ്റാമ്പ് വകുപ്പ് കേളപ്പൻ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. 1990. ഓക്കെ അല്ലേ? 1987 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കേളപ്പന്റെ ജീവചരിത്ര ഗ്രന്ഥമായ കേളപ്പൻ രചിച്ചത് ആരാണ്? MP മന്മഥനാണ്. എന്താണ്? 1987 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കേളപ്പന്റെ ജീവചരിത്ര ഗ്രന്ഥമായ കേളപ്പൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് MP മന്മഥനാണ് എന്ന് പറയുന്നു. കേളപ്പന്റെ ജീവചരിത്രം രചിച്ചത് ഡോക്ടർ ആരാണ്? ഡോക്ടർ N ഗോപാലകൃഷ്ണനാണ്. ഡോക്ടർ N ഗോപാലകൃഷ്ണനാണ് ജീവചരിത്രം രചിച്ചത്. എന്നാൽ ജീവചരിത്ര ഗ്രന്ഥം രചിച്ച ആരാണ്? MP മന്മഥനാണ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ് എന്താണ് കേളപ്പൻ മ്യൂസിയവും ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം എന്താണ്? ആദ്യത്തെ
കേരള ഗാന്ധി അവാർഡ് ജേതാവ് ആരാണ്? കെ സുഗതകുമാരി. ആരാണ്? കെ സുഗതകുമാരിയാണ് ആദ്യത്തെ കേരള ഗാന്ധി അവാർഡ് നേടിയത്. സുഗതകുമാരി എന്നാണ് നേടിയത്? 2017 നേടിയത്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു? കെ കേളപ്പനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. വി.ടി. ഭട്ടതിരിപ്പാട് കാലഘട്ടം 1896 മുതൽ 1982 വരെയുള്ള കാലഘട്ടം. വി.ടി. ഭട്ടതിരിപ്പാട് നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ട് PSC മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി.ടി. ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ മിശ്രസദനം വീട്ടിൽ ജനിച്ചു. എന്നാ ജനിച്ചത്? 1896 മാർച്ച് 26. മുഴുവൻ പേരെന്താണ്? വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്, വി.ടി. ഭട്ടതിരിപ്പാട്. എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ മേഴത്തൂരിൽ മിശ്രസദനം എന്ന വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. വി.ടിയുടെ പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാടും മാതാവ് ശ്രീദേവി അന്തർജനവും. തുപ്പൻ ഭട്ടതിരിപ്പാടായിരുന്നു പിതാവിന്റെ പേര്. മാതാവിന്റെ പേരെന്താ? ശ്രീദേവി അന്തർജനം എന്നുമായിരുന്നു. 1908 ആലുവയിൽ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭയിൽ അംഗമായി. 1908 ആലുവയിൽ സ്ഥാപിക്കപ്പെട്ട യോഗക്ഷേമ സഭയിൽ അംഗമായി അല്ലെ. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. ആരാണ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗമാണ് അന്തർജന സമാജം. ഈ സമാജം പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരാണ്? അന്തർജനം സമാജം പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. യോഗക്ഷേമ സഭയെ ആഢ്യൻകൂലികളുടെ കഴുതകളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഒന്നുകൂടെ പറയാം. യോഗക്ഷേമ സഭയെ ആഢ്യൻകൂലികളുടെ കഴുതകളി എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഓക്കെ അല്ലെ. അക്ഷരാഭ്യാസത്തിന്റെ തുടക്കത്തിൽ മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ട് വായനയുടെ അനുഭൂതി ആസ്വദിച്ച നവോത്ഥാന നായകനാണ് വി.ടി. മാൻമാർക്ക് കുട എന്ന് വായിച്ചുകൊണ്ട് വായനയുടെ അനുഭൂതി ആസ്വദിച്ച നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് ആരായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടായിരുന്നു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. അപ്പൊ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു. പിന്നെ യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതായിരുന്നു? മംഗളോദയമായിരുന്നു. ഓക്കെ അല്ലെ. മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു മംഗളോദയത്തിന്റെ ആദ്യത്തെ എഡിറ്റർ. ആരായിരുന്നു? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. എന്ന് 1913 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. ഉണ്ണി നമ്പൂതിരി എന്നതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രം. ഏതായിരുന്നു? ഉണ്ണി നമ്പൂതിരി എന്നതായിരുന്നു യുവജന സംഘത്തിന്റെ മുഖപത്രമായിട്ട് പറയുന്നത്. 1921 അലഹബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു. 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. ഓക്കെ അല്ലെ. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന്റെ പേരിൽ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനും ആര് തന്നെയാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഒന്നുകൂടെ പറയാം. കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതിന്റെ പേരിൽ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഏത് സമുദായത്തിൽ നിന്നുമാണ്? യോഗക്ഷേമ സഭയിൽ നിന്നും അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നവോത്ഥാന നായകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. 1929 വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാരാണെന്ന് ചോദിക്കാം. വി.ടി. ഭട്ടതിരിപ്പാടാണ്. അത് ഒരു നാടകമാണ്. അപ്പൊ എന്താ പറയുന്നത്? 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ആരാണ്? ഭാരതി ഉദയഭാനുവാണ്. തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്. എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടും അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനുവുമാണ്.
AP ഉദയഭാനുവിന്റെ പത്നിയായ ഭാരതി ഉദയഭാനു 1954 മുതൽ 1964 വരെ പാർലമെന്റിൽ അംഗമായിരുന്നു. ആരുടെ? AP ഉദയഭാനുവിന്റെ പത്നിയായ ഭാരതി ഉദയഭാനു 1954 മുതൽ 1961 വരെ പാർലമെന്റിൽ അംഗമായിരുന്നു. തൃശൂരിലെ ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് എന്ത് ചെയ്തത്? കളിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് 1929. എവിടെ വെച്ച്? തൃശ്ശൂരിലെ ഇടക്കുന്നിനിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എന്നാണ് 1929. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കായിരുന്നു. അനാചാരങ്ങൾക്കെതിരെ വലിച്ചെറിഞ്ഞ അണുബോംബ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഉണ്ണി നമ്പൂതിരിയിലാണ്. എവിടെയാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഉണ്ണി നമ്പൂതിരിയിലാണ്. 1929 നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി ആര് തെരഞ്ഞെടുക്കപ്പെട്ടു? VT ഭട്ടതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടു. 1929 നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായിട്ട് VT ഭട്ടതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടു. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് യുവജന സംഘവും ഉണ്ണി നമ്പൂതിരി മാസികയും എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ഈ സമയത്താണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന VTയുടെ ലേഖനം ഉണ്ണി നമ്പൂതിരിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത്. എന്താണ്? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം എഴുതിയതാരാണ്? VT ഭട്ടതിരിപ്പാടാണ് അല്ലെ? അപ്പൊ അത് എന്താണ് കാരണം? അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന VTയുടെ ലേഖനം ഉണ്ണി നമ്പൂതിരിയിലായിരുന്നു എന്ത് ചെയ്തു വെച്ചത്? പ്രസിദ്ധീകരിച്ച് വന്നത് എന്ന് പറയുന്നു. ഓക്കെ അല്ലെ? തൃശൂർ മുതൽ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ വരെ വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു യാത്രയുണ്ട്. ഏത് യാത്രയാണ്? യാചനയാത്ര. എന്ത് യാത്രയാണ്? യാചനയാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? VT ഭട്ടതിരിപ്പാട്. എവിടെ മുതൽ എവിടെ വരെ? തൃശ്ശൂർ മുതൽ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനായാത്ര അല്ലെങ്കിൽ ബെഗർ ട്രാവൽ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. എന്നാണ് യാചനയാത്ര നടന്നത്? 1931 നടന്നത്. ഓക്കെ അല്ലേ? ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി സമുദായ പുരോഗതി കൈവരിക്കുക എന്നതായിരുന്നു യാചനയാത്രയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. 1968 മിശ്ര വിവാഹ പ്രചരണത്തിനായി അദ്ദേഹം കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചു. എവിടെ മുതൽ എവിടെ വരെ? കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. എവിടെ മുതൽ എവിടെ വരെ? കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ എന്നായിരുന്നു? 1968 എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മിശ്ര വിവാഹ പ്രചാരണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന പോയിന്റ് എന്താ? ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? VT ഭട്ടതിരിപ്പാടാണ്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ വിധവ വിവാഹം നടത്തിയ നവോത്ഥാന നായകനും ആര് തന്നെയാണ്? VT ഭട്ടതിരിപ്പാടാണ്. വിധവ വിവാഹം നടത്തിയതും ആര് തന്നെയാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഓക്കെ അല്ലേ? കുടുംബമുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും എന്ന VTയുടെ ആത്മകഥയ്ക്ക് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എന്താണ്? കണ്ണീരും കിനാവും എന്ന് പറയുന്ന VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയ്ക്ക് 1971 ഏത് അവാർഡ് ലഭിക്കുന്നു? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു 1971. ഉണ്ണി നമ്പൂതിരി, അടുത്ത പോയിന്റ് ആണ്. ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം, പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു ആര്? VT എന്ന് പറയുന്നു. വിദ്യാർത്ഥി എന്ന പേരിൽ മാസിക ആരംഭിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ്? VT. വിദ്യാർത്ഥി, അങ്ങനെ പഠിച്ചു നോക്കാം. V for വിദ്യാർത്ഥി. അപ്പൊ വിദ്യാർത്ഥി എന്ന പേരിൽ മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഒരു രാത്രി മുഴുവൻ ഞാൻ എന്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു, വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. VTയുടെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ വരികളാണിവ. എന്താണ് വരികള്? ഒരു രാത്രി മുഴുവൻ ഞാൻ എന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു, വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു എന്ന് പറഞ്ഞതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലെ വരികളാണ് അവ. സത്യം ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. എന്താ പറഞ്ഞേ? സത്യം
ജീവിതയാത്രയിൽ ചെക്ക് ബുക്കിനേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞതാരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. 1982 ഫെബ്രുവരി 12 വി.ടി. ഭട്ടതിരിപ്പാട് അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്യുന്നത്. വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ എവിടെയാണ്? ശ്രീകൃഷ്ണപുരത്താണ് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത്. ഓക്കെ അല്ലേ? എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഒന്നുകൂടെ പറയാം. എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഓക്കെ അല്ലേ? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, രജനീരംഗം. രജനീരംഗം കഥകൾ വി.ടിയുടെ ആദ്യത്തെ കൃതിയാണ്. ഏത്? രജനീരംഗം. അത് കഥകളാണ്. പിന്നെ 2, ആത്മകഥയായിട്ട് പറയുന്നത് നമുക്കറിയാം, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഏത്? കണ്ണീരും കിനാവും. ആത്മകഥയാണ് കണ്ണീരും കിനാവും. പിന്നെ കർമ്മവിഭാഗം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അത് നാടകമാണ്. ചക്രവാളങ്ങൾ, കൊഴിഞ്ഞ പൂക്കൾ, വെടിവട്ടം, കാലത്തിന്റെ സാക്ഷി, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, ദക്ഷിണായനം, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എന്റെ മണ്ണ്, കരിഞ്ചന്ത, പോംവഴി എന്നിവയൊക്കെ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികളായിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വി.ടി. ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആരെയൊക്കെ കുറിച്ചാണ്? ഒന്ന്, കെ കേളപ്പനെ കുറിച്ചും, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനെ കുറിച്ചും. രണ്ടാമത് എന്താണ്? നമ്പൂതിരി സമുദായവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചും. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് 2 നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ മറ്റ് നവോത്ഥാന നായകന്മാരുമായിട്ട് കാണാം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.